ടേസ്റ്റ് ആൻഡ് ട്രയൽസിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇലയുടെ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ബ്രദറിന് നല്ല ഇഷ്ടമായിട്ട് ഈ ഇലയുടെ. അപ്പോൾ അവനിന്ന് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനക്ക് ഇഷ്ടപ്പെട്ട ഇലയുടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ 1/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് വലിയ ജീരകവും ഏലക്കയും കൂടി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഡ്രൈ ആയി വരണം. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം. ആ സമയം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ആ സമയം കൊണ്ട് തന്നെ അമ്മ പൊടിയൊക്കെ ഇങ്ങനെ ചാമ്പിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പത്തിരിക്ക് പൊടി വാട്ടണ പോലെ കേട്ടോ പൊടി വാട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾ എടുത്തിട്ട് വാഴയിലയിൽ ഇങ്ങനെ പരത്തി കൊടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ഈ പൊടിയനില എന്ന് പറഞ്ഞിട്ട് ഒരു ഇല ഉണ്ട് കേട്ടോ. അതിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി ഒന്നും കൂടി ടേസ്റ്റാണ്. പക്ഷെ അതിപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് വാഴൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പൊടി വാട്ടുമ്പോൾ നൂൽപുട്ടിനൊക്കെ ആക്കണ പോലെ തന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ആക്കിയെടുക്കുക. ഇത് നമ്മൾ വാട്ടിയിട്ട് അടുപ്പത്ത് വെച്ച് വാട്ടിയെടുത്ത പൊടിയാണ്. അപ്പോൾ അത് നന്നായിട്ട് നല്ല നൈസായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് പല സ്ഥലത്ത് പലതാണ് പറയുക കേട്ടോ. തേങ്ങാപ്പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്ത് അതിൻ്റെ അരികൊക്കെ ഒട്ടണ വിധത്തിലൊന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ മറ്റതൊക്കെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ അവനക്ക് നല്ല ഇഷ്ടമാട്ടോ ഈ ഇലയുടെ. അപ്പോൾ അതുകൊണ്ടാണ് അവന് പോവുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ ഇത് ഉണ്ടാക്കിയത്. ചിലവരിത് അരച്ചിട്ടൊക്കെ അരി അമ്മിമ്മ അരച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എളുപ്പപ്പണിക്ക് ഇതേപോലെ പൊടി എടുത്തിട്ട് ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ മധുരം അധികം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫില്ലിങ്സ് ഇത്ര അധികം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് പത്തിരി ഇങ്ങനെ പരത്തി എടുക്കുമ്പോൾ കൈ ഇങ്ങനെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ പരന്ന് വരും. അല്ലെങ്കിൽ നമ്മുടെ കൈമേൽ ഇങ്ങനെ ഒട്ടി പിടിച്ചങ്ങാണ്ടാണ്. അതെല്ലാം ഇതേപോലെ പരത്തിയിട്ട് ഇതിൻ്റെ ഫില്ലിങ്സൊക്കെ ഞാനിതിൽ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവിയിലാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കണത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവിയിലാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 4 വെച്ച് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 4 ആദ്യം വെച്ച് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ അടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അട നന്നായിട്ട് കുക്ക് ആയിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഇല ഇങ്ങനെ നമ്മൾ അടർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അട ഉണ്ടാക്കിയത് അതിൽ ഇങ്ങനെ വിട്ട് വരണം. അതാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം എന്ന് പറയണത്. ഇപ്പോൾ അവന് ചാടിക്കാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടയൊക്കെ കൊടുത്ത് അവനക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ ലൈക്കും ഷെയറൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി അറിയിക്കുക. നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.